നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. സംഭവബഹുലമായിട്ടുള്ള ഒരു ടൂർണമെൻറ്റ്. ക്രിക്കറ്റ് ലോകം ഇതിനു മുൻപ് ദർശിക്കാത്ത തരത്തിലുള്ള സംഭവ വികാസങ്ങൾ. ഒടുവിൽ സമ്മാനദാന ചടങ്ങ് പോലും മറ്റൊരു വിവാദത്തിലേക്ക് വഴി തുറന്ന കാഴ്ച. എനിക്കൊപ്പം MSKയും ജയേഷ് പൂക്കോട്ടൂരുമുണ്ട്. നമ്മൾ വിവാദത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. MSK, ടൂർണമെൻറ്റ് അവസാനിച്ചു. നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ടൂർണമെൻറ്റിലെ വിവാദങ്ങളൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം ആ ഒരു ഫൈനൽ കിരീട നേട്ടത്തോടു കൂടി ആ ഒരു സംഭവം വരുംകാലം ഓർത്തിരിക്കുക ഒന്നായിരുന്നു. പക്ഷേ അതല്ല സംഭവിച്ചിരിക്കുന്നത്. സമ്മാനദാന ചടങ്ങ് പോലും വലിയൊരു വിവാദത്തിന് മാറിയിരിക്കുന്നത്. ഈ ടൂർണമെൻറ്റ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വിവാദങ്ങളാണോ മുന്നോട്ട് നയിച്ചത്, അതോ കളിയാണോ? വിവാദങ്ങളാണ് ഒരുപാട് മുന്നോട്ട് നയിച്ചത്. പക്ഷേ എനിക്ക് ആദ്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ നിങ്ങൾ പറഞ്ഞിരുന്നു, അതായത് ഇന്ത്യ പാക് മത്സരത്തിൻ്റെ പകുതി പോലും ആവേശമില്ല, അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. നിങ്ങളത് തിരുത്തണം. അത് ഞാൻ തിരുത്താൻ തയ്യാറാണ്. കാരണം കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഇല്ല. പക്ഷേ ഇന്ത്യ പാക് മത്സരം എന്താണോ ഒരു ക്രിക്കറ്റ് പ്രേമി ആഗ്രഹിക്കുന്നത് എന്താണോ അത് ഇന്നലെ സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അത്തരം ഒരു മത്സരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നതെന്ന് എനിക്ക് തിരുത്താനുള്ളത്. അപ്പോൾ വിവാദത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും തുടക്കം തൊട്ടേ വിവാദമാണ് ഈ പരമ്പര. ഇപ്പം പെഹൽഗാമിൻ്റെയും അതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറിലാണ് അതിൻ്റെ ഇടക്കാണ് ഈ പരമ്പര വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറയുമ്പോൾ ഒരു ആവേശം ഉണ്ടാവും. പക്ഷേ ഈ ഒരു രീതിയിൽ നോക്കും, ഇതിന് തൊട്ട് മുമ്പ് വെറ്ററൻസ് ക്രിക്കറ്റ് നടന്നിരുന്നു, ലെജൻസ് ക്രിക്കറ്റ്. ആ സമയത്ത് പാകിസ്ഥാനും ഇന്ത്യയും മത്സരം വന്ന സമയത്ത് ശിഖർ ധവാൻ അടക്കമുള്ള താരങ്ങൾ ഞങ്ങൾ കളിക്കുന്നില്ല എന്ന് പറയുന്നു. സെമി ഫൈനലിൽ നിന്നും ഇന്ത്യ വിട്ടു നിൽക്കുന്നു. പക്ഷേ ഇതിൽ ഒരു മരണ ഗ്രൂപ്പിൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടുന്നു. BCCIക്ക് വേണമെങ്കിൽ ഇടപെട്ടിട്ട് ഈ ഒരു ഗ്രൂപ്പൊക്കെ മാറ്റാമായിരുന്നു. പക്ഷേ അപ്പോൾ കച്ചവടം നടക്കില്ലല്ലോ. കച്ചവടം നടക്കില്ല. കച്ചവട സാധ്യതകൾ പരമാവധി ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടത്തുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ബമ്പർ ലോട്ടറി തന്നെയാണ് അടിച്ചത്. 3 മത്സരങ്ങൾ തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വിവാദങ്ങൾ. പിന്നെ തുടക്കം തൊട്ടേ ഈ സൂര്യകുമാർ യാദവ് ഹാൻഡ് ഷേക്ക് പറ്റില്ല എന്ന് പറയുന്നു. അതുമാത്രമല്ല, നെക്വിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ കപ്പ് മേടിക്കില്ല എന്ന് മത്സരത്തിന് മുമ്പേ പറയുന്നു. ഇതിൻ്റെ തുടക്കം തൊട്ട് ഇന്നലത്തെ മത്സരത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈ ടോസിൻ്റെ സമയത്ത് 2 പേര് വരുന്നത്. അതായത് സാധാരണ ഇത് ഇന്നലെ രവിശാസ്ത്രി വന്നു. ഇപ്പോൾ പാകിസ്ഥാൻ ടീം പറയാണ് നമുക്ക് രവിശാസ്ത്രി ന്യൂട്രൽ ആളെ വേണമെന്ന് പറയുന്നു. രവിശാസ്ത്രി ഇന്ത്യക്കാരനാണ്, നമുക്കറിയാം. അപ്പോൾ ന്യൂട്രലായിട്ട് അപ്പം അത് ന്യൂട്രലായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ എന്നുള്ള വക്കാർ യൂണിറ്റ്സ് കൂടി വരുന്നു. പക്ഷേ ആദ്യത്തെ 2 മത്സരത്തിലും ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരത്തിലും സൂപ്പർ 4ലും രവിശാസ്ത്രി ആയിരുന്നു വന്നിരുന്നത്. അപ്പോഴൊന്നും മത്സരം കുഴപ്പമില്ല. ഫൈനലായപ്പോഴേക്ക് പാകിസ്ഥാൻ കടുപ്പിച്ചു. അതെ, ഇതിൽ സംഭവിച്ചേക്കുന്ന ഏറ്റവും വലിയ കാര്യം, നമ്മൾ ഫൈനലിലേക്ക് വരുന്നൊരു ഘട്ടത്തിൽ, അതായത് പാകിസ്ഥാനെ നമ്മൾ പ്രകോപിപ്പിച്ച് അവർ പ്രതികരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് ഇന്നലത്തോടു കൂടി മനസ്സിലായൊരു കാര്യം. ജയേഷിന് അത് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇന്നലത്തെ ഈ സംഭവം രവിശാസ്ത്രിയോട് സംസാരിക്കില്ല എന്ന് പാക് നായകൻ പറയുന്നൊരു സാഹചര്യം ഉണ്ടാക്കുന്നതിലേക്ക് നമ്മൾ തന്നെ നയിച്ചതാണോ? ഈ മൊത്തത്തിൽ ഈ ടൂർണമെൻറ്റിനെ ഏത് തരത്തിൽ അടയാളപ്പെടുത്താനാണ് ജയേഷിന് തോന്നുന്നത്? അതായത് ഒരുപാട് നല്ല പെർഫോമൻസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അഭിഷേക് ശർമ്മ ഇന്ത്യയുടെ വിശ്വസ്തനായ ഓപ്പണറായിട്ട് നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാവുന്ന തരത്തിലേക്ക് അഭിഷേക് ശർമ്മ വളർന്നൊരു ടൂർണമെൻറ്റ്. 315 റൺസ് അടിച്ചുകൊണ്ട് കുൽദീപ് യാദവിൻ്റെ അതിഗംഭീരമായ തിരിച്ചുവരവ്, 17 വിക്കറ്റുകളുമായി ഏഷ്യ കപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ എന്ന നേട്ടത്തിലേക്ക് എത്തി. അത്തരത്തിൽ നമ്മുടെ മലയാളികളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ സഞ്ജു സാംസൺ ഭേദപ്പെട്ട രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചു. ഫൈനലിൽ തിടുക്കപ്പെട്ട് വിക്കറ്റ് കളഞ്ഞെങ്കിൽ പോലും പാർട്ണർഷിപ്പ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായിട്ടുണ്ട് തിലകുത്തുള്ള. അത്തരത്തിൽ നമുക്ക് ഓർത്തിരിക്കാൻ ഒരുപാട് നല്ല മൊമെൻറ്റുകളുണ്ട്. പക്ഷേ എന്നാൽ പോലും അനുവേട്ടൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ വിവാദത്തിൻ്റെ പേരിലാണ് 2025 ഏഷ്യ കപ്പ് കൂടുതൽ അറിയപ്പെടാൻ പോകുന്നത്. അതിൽ തന്നെ ഈ ചോദ്യത്തിലേക്ക് വരുമ്പോൾ തുടങ്ങി വെച്ചത് ഇന്ത്യയാണ്, സൂര്യകുമാർ യാദവാണ്. തുടക്കത്തിൽ നിന്ന്, അതായത് പരമ്പര ഈ ഏഷ്യ കപ്പ് ഫിക്സർ ചെയ്യുമ്പോൾ തന്നെ BCCIക്ക് ഇന്ത്യക്ക് പറയാമായിരുന്നു, ഇല്ല ഞങ്ങൾ കളിക്കുന്നില്ല, പാകിസ്ഥാനും ഞങ്ങളൊരു ഗ്രൂപ്പിലാണ്. ഒരു ഗ്രൂപ്പിലല്ലെങ്കിൽ പോലും സൂപ്പർ 4 അല്ലെങ്കിൽ ഫൈനലിലെങ്കിലും ഏറ്റുമുട്ടേണ്ട സാഹചര്യം എന്തായാലും ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇല്ല ഞങ്ങൾ കളിക്കുന്നില്ല എന്ന ടൂർണമെൻറ്റിൻ്റെ മുന്നേ പറയാമായിരുന്നു. അത് ചെയ്തില്ല. മത്സരത്തിലേക്ക് വന്നിട്ട് ആദ്യ മത്സരത്തിൻ്റെ അന്ന് പാകിസ്ഥാൻ ക്യാപ്റ്റന് കൈ കൊടുക്കാതെ പോയത് സൂര്യകുമാറാണ്. പിന്നീട് വിജയം പഹൽഗാമിലെയും ഒപ്പം തന്നെ സൈനികർക്കും സമർപ്പിക്കുന്നു. അത് അത്തരത്തിലുള്ളൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രേരിതം എന്നാണ് PCB ICCക്ക് പരാതി നൽകിയത്. ആ പരാതി അംഗീകരിക്കുകയും സൂര്യകുമാർ യാദവിന് പിഴ ചുമത്തുകയും ചെയ്തു. സൂര്യകുമാർ യാദവിന്, ഇന്ത്യയുടെ ക്യാപ്റ്റന്, BCCIയുടെ ടീമിൻ്റെ ക്യാപ്റ്റന് പിഴശിക്ഷ കൊടുക്കണമെങ്കിൽ അത് എത്രമാത്രം ഗുരുതരമായ ലംഘനമായിരിക്കും എന്നുള്ളതാണ്. ഒരു പരിധിവരെയൊക്കെ ആണെങ്കിൽ ICC അത് തള്ളുമായിരുന്നു. കാരണം നമുക്കറിയാം ICC നിയന്ത്രിക്കുന്നത് BCCI ആണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പാകിസ്ഥാൻ പിന്നീട് വരുമ്പോൾ, പക്ഷേ അതിലും ഗ്രൗണ്ടിൽ പ്രകോപനപരമായ രീതിയിൽ കൈ കൊടുത്തില്ല എന്ന് സൂര്യ ചെയ്തിട്ടുള്ളൂ.
ഗ്രൗണ്ടിൽ പ്രകോപനപരമായ കാര്യങ്ങൾ തുടങ്ങിയത് പാകിസ്ഥാനാണ്, ഒരു തർക്കവുമില്ല. അതിൽ ഹാരിസ് റൌഫും സാഹിബ് സാദ ഫർഹാനും. സാഹിബ് സാദയാണ് തുടങ്ങി വെച്ചത്. ആദ്യ ഇന്നിങ്സിൽ അർദ്ധ സെഞ്ചുറി നേടിയ ശേഷം തോക്ക് AK-47 മാതൃകയിൽ കാണികൾക്ക് നേരെ വെടിയുതിർക്കുന്ന അർദ്ധ സെഞ്ചുറി നേടിയ ശേഷം അതിനു മുമ്പ് അത്തരത്തിൽ അദ്ദേഹം ആഘോഷിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇപ്പോൾ അബ്രാറിൻ്റെ ഒക്കെ പറയുന്നുണ്ടെങ്കിലും അബ്രാർ എല്ലാ വിക്കറ്റ് കിട്ടുമ്പോഴും അത് അദ്ദേഹത്തിൻ്റെ ഒരു സെലിബ്രേഷനാണ്. അതിനകത്തേക്ക് ഒരു പ്രകോപനമില്ല, അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ മാത്രമാണ്. ഹാരിസ് റൌഫിലേക്ക് വരുമ്പോൾ 6-0 എന്ന ആംഗ്യം കാണിക്കുന്നു. പാകിസ്ഥാൻ തന്നെയാണ് എല്ലായ്പ്പോഴും അവകാശപ്പെടുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യയുടെ 6 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിരുന്നു, അതിൻ്റെ 6-0 ആംഗ്യം കാണിക്കുന്നു. പ്ലെയിൻ തകർന്നു വീഴുന്ന ആംഗ്യം കാണിക്കുന്നു. കാണികളെ നോക്കി അതെ അതെ അതിന് ബുംറ മറുപടി. അതുകൊണ്ട് അതായത് അപ്പോൾ അതിന് പാകിസ്ഥാൻ താരങ്ങൾക്ക് പിഴ ശിക്ഷ ലഭിക്കുന്നു. പിന്നീട് സൂര്യകുമാർ യാദവിന് പിഴ ശിക്ഷ ലഭിക്കുന്നു. സാഹിബ് സാദ ഫർഹാന് താക്കീതും ലഭിക്കുന്നു. ഫൈനലിലേക്ക് വരുമ്പോൾ നേരത്തെ MSK സൂചിപ്പിച്ച പോലെ തന്നെ മുമ്പൊന്നും ഇല്ലാത്ത വിധം സംഭവങ്ങളാണ് നടക്കുന്നത്. പാകിസ്ഥാൻ ഇല്ല ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ. കാരണം ആദ്യ മത്സരത്തിൽ സ്ഥാന വിഭാഗത്തിന് ശേഷം സൂപ്പർ 4ലും ഇന്ത്യൻ കമൻറ്റേറ്ററോട് സംസാരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായി. ഫൈനലിൽ മാത്രമാണ് അവർ ആവശ്യപ്പെട്ടത് മാറ്റണമെന്നത്. അത് സൂപ്പർ 4ൽ അത്രയും നാടകീയമായ സംഭവങ്ങൾ നടന്നു, പിഴശിക്ഷ ഉൾപ്പെടെ വന്നതിന് ശേഷം. അപ്പോൾ ഫൈനലിലേക്ക് വന്നപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈനലിൽ എത്തുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാൻ മറുപടി നൽകി തുടങ്ങിയത്. അതായത് ആൻറ്റി പൈക്രോഫിനെ മാറ്റണമെന്ന് അടക്കമുള്ള ആവശ്യങ്ങൾ PCB മുന്നോട്ട് വെക്കുന്നെങ്കിലും പക്ഷേ PCBയുടെ ഒരു സമ്മർദ്ദത്തിനുള്ള ശേഷി കുറവ് കൊണ്ടാണ്. BCCI പറയുന്ന പോലെ PCBക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ തൊട്ടു മുമ്പ് ഫോട്ടോഷൂട്ടിന് പോലും വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ക്യാപ്റ്റൻ ഫോട്ടോഷൂട്ട് വരുന്നില്ല, സൽമാനാഗ മാത്രമാണ് ട്രോഫിക്കൊപ്പം നിൽക്കുന്നത്. അതിനേക്കാൾ ഉപരി ഞാൻ മനസ്സിലാക്കുന്നത് പാകിസ്ഥാൻ ഏറ്റവും അധികം പ്രകോപിപ്പിച്ചുണ്ടാകുക സൂര്യയുടെ പ്രസ് കോൺഫറൻസ് ആയിരിക്കും. പാകിസ്ഥാൻ ഞങ്ങൾക്കൊരു എതിരാളികളെയല്ല, റൈവലറല്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ, അതിപ്പോൾ ഏത് ടീമാണെങ്കിൽ പോലും ആ താരങ്ങൾക്ക് കളിക്കുന്ന താരങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വല്ലാത്തൊരു അപമാനമുണ്ട്. ആ അപമാനം തന്നെയാണ് അവർ അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നലത്തെ ഇതിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ഇന്നിങ്സിലേക്ക് വരുമ്പോൾ 3 വിക്കറ്റുകൾ ഇന്ത്യക്ക് 20 റൺസിൻ്റെ 3 വിക്കറ്റ് നഷ്ടമാവുന്നു. ആ ഓരോ വിക്കറ്റിലും അവർ കാണിക്കുന്ന ഒരു ഇൻറ്റൻസ് ഉണ്ട്. ഒരു റണ്ണൗട്ട് ശ്രമം അവർക്ക് നഷ്ടമായപ്പോൾ പാകിസ്ഥാൻ താരങ്ങൾ കാണിച്ച ഒരു നിരാശയുണ്ട്. സാധാരണ പാകിസ്ഥാൻ മോശം ഫീൽഡിങ്ങിന്റെ പേരിലും കൂടി പ്രസിദ്ധി ആർജിച്ച ടീമാണ്. പക്ഷെ അവർ നല്ല പറന്നു പിടിക്കുകയാണ് ക്യാച്ചുകൾ, അസാധ്യമായ ട്രൈകൾ ചെയ്യാണ്. ഒരു റണ്ണൗട്ട്, അതായത് അത്ര ഉറപ്പൊന്നുമില്ലാത്തൊരു റണ്ണൗട്ട് മിസ്സാകുമ്പോൾ പാകിസ്ഥാൻ അതിഭീകരമായ നിരാശയിലാകുകയാണ്. അപ്പോൾ അത് അത്രമാത്രം ഞങ്ങൾ തോൽപ്പിക്കാൻ വെമ്പി നിൽക്കുകയാണെന്നുള്ള ഒരു മാനസികാവസ്ഥ കൊണ്ടാണ്. തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് വേറെ കാര്യം. പാകിസ്ഥാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നുകിൽ ജയിക്കുക, ഐദർ വിൻ ഓർ ലേൺ എന്നാണ് പഠിക്കുക. ഓരോ കളിയിൽ നിന്നും പഠിക്കുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൽ ക്രിക്കറ്റ് രാജ്യങ്ങളിൽ രണ്ടാമതാരെന്ന ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ തന്നെയല്ലേ. കാരണം അവർ പഠിക്കുകയാണ്. പുതിയൊരു താരനിര പാകിസ്ഥാൻ്റെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുപോകാൻ തക്ക ശേഷിയുള്ള തരത്തിലേക്ക് വളരാൻ തക്ക ഒരു താരനിര ഈ ടൂർണമെൻറ്റിൽ ഉടലെടുത്തുവെന്ന് MSK കരുതുന്നുണ്ടോ? ഈ താരനിര എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇനിയും വളരാനുണ്ട്. അതായത് ഏഷ്യയിലെ നമ്പർ 2 നമ്പർ 1 ഇന്ത്യയാണ്, അതിൽ യാതൊരു സംശയമില്ല. നമ്പർ 2 എന്ന് പറയുമ്പോൾ സമീപകാലത്ത് എനിക്ക് തോന്നുന്നത് അഫ്ഗാനിസ്ഥാൻ ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. ഈ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് വരെ നമ്പർ 2 ആരാണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാൻ്റെ പേര് നമ്മൾ പറയും, അല്ലെങ്കിൽ ശ്രീലങ്കയുടെ പേര് ചിലപ്പോൾ പറയാനുള്ള സാധ്യതയുണ്ട്. പാകിസ്ഥാൻ മേ ബി 3 or 4 ആ ഒരു പൊസിഷനിലായിരിക്കും. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ പാകിസ്ഥാൻ അവർ പൊരുതിയത് അവരുടെ ഏറ്റവും സൂപ്പർ താരമായ ബാബർ അസമില്ല, അതാണ് അവരുടെ, പിന്നെ റിസ്വാനില്ല. ഈ 2 താരങ്ങളില്ലാതെയാണ് അവർ ഇറങ്ങിയത്. ടെക്നിക്കലി ഒരുപാട് പ്രശ്നങ്ങൾ പാക് ബാറ്റർമാർക്കുണ്ട്. പക്ഷേ അവർ ഈ ഫൈനലിലേക്ക് എത്തി. ഫൈനലിൽ ഇന്ത്യക്കൊരു ശക്തമായൊരു പോരാട്ടം കാഴ്ചവെച്ചു. അപ്പം നമ്പർ 4 അല്ലെങ്കിൽ നമ്പർ 3 കിടക്കാൻ സാധ്യതയുള്ള ഒരു ടീം നമ്മളിപ്പോഴും നമ്പർ 2 ആണെന്ന് തെളിയിക്കുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ വിവാദങ്ങളിലേക്ക് വരുമ്പോൾ പിന്നെ ഭയങ്കര രസകരമായ കുറേ സംഭവങ്ങൾ ഈ പ്രസൻറ്റേഷൻ സെറമണിയുടെ സമയത്ത് നടന്നു. അതായത് നെഖ്വി പിന്നെ കപ്പ് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഇവരാരും വരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് സൽമാൻ അലി അതെ സഞ്ജു ഒക്കെ ആഘോഷിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ പാകിസ്ഥാൻ ക്യാപ്റ്റന് അതിൻ്റെ ചെക്കിൻ്റെ അത് കൊടുത്തപ്പോൾ പുള്ളി അത് ദൂരെ വലിച്ചെറിയാണ്. $75,000 ഉണ്ട്. എത്ര പൈസ ഉണ്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ തോന്നുന്നു. അപ്പോൾ പൈസയല്ല ഇവിടെ വിഷയം, അഭിമാനമായിരിക്കാം. പക്ഷേ അവിടെ ഒരു സംഭവം നടക്കുന്നു. പിന്നെ പാകിസ്ഥാൻ താരങ്ങൾ വരുന്നില്ല, ഒന്നിടപെടുന്നുണ്ട്. കളിച്ച് ജയിച്ചിരുന്നെങ്കിൽ മറ്റേ വിന്നേഴ്സിൻ്റെ വാങ്ങിക്കായിരുന്നല്ലോ, തോറ്റതുകൊണ്ടാണല്ലോ റണ്ണേഴ്സ് വാങ്ങിക്കേണ്ടി വന്നത്. പിന്നെ മാത്രമല്ല അതിനുശേഷം ഈ കപ്പ് ഇല്ലാതെ തന്നെ രോഹിത് ശർമ്മയുടെ ആ സെലിബ്രേഷൻ സ്റ്റൈൽ ഉണ്ടല്ലോ, മെസ്സിയൊക്കെ സെലിബ്രേഷൻ, ആ സ്റ്റൈൽ ഇവർ കപ്പില്ലാതെ അനുകരിക്കുന്നു. മൊത്തത്തിലൊരു ത്രില്ലർ സിനിമ പോലെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സംഭവ വികാസങ്ങൾ. അപ്പം കളി കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നമ്മളൊക്കെ എൻജോയ് ചെയ്തു, എന്ത് ഇതാണെങ്കിലും എൻജോയ് ചെയ്തു. എന്തായാലും ഈ ടൂർണമെൻറ്റ് ഒരു വലിയ ചോദ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് പറയുന്ന ആ കാര്യം, സ്പോർട്സിൽ രാഷ്ട്രീയം പാടില്ല എന്നുള്ളത്.
ജയേഷനറിയാം, ജയേഷൻ പ്രത്യേകിച്ച് ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ഒരാൾ, കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നമുക്കറിയാം എത്രത്തോളം റിവൽറീസ് അവിടെ നടക്കുന്നുണ്ട്. രണ്ട് രാജ്യങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളാൽ ഏറ്റുമുട്ടുന്നത്. അർജൻറ്റീന ഇംഗ്ലണ്ട് 86 ഫൈനൽ പോലും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം കൂടിയായിരുന്നു അവരെ സംബന്ധിച്ച്. അങ്ങനെ നോക്കുമ്പോൾ ഈ രാഷ്ട്രീയം സ്പോർട്സിലേക്ക് വരുന്നത് ഏതളവ് വരെ നല്ലതാണ്? രാഷ്ട്രീയം പ്രകടമായി കളിക്കളത്തിൽ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അനുപേട്ട സൂചിപ്പിച്ച പോലെ തന്നെ ഇംഗ്ലണ്ട് അർജൻറ്റീന, അതായത് ഫാൾക്കൺ ദ്വീപ് സ്വന്തമാക്കിയ ഇംഗ്ലണ്ടിനെതിരെ മറഡോണ കൈ കൊടുക്കാതെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലല്ല മറഡോണ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടാണ് ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുന്നത്. ഒരു യുദ്ധം, അതായത് ആഫ്രിക്കയിൽ രൂക്ഷമായ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയത്ത് പെലെ കോസ്മോസ് ക്ലബ്ബുമായി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ 2 ദിവസം കൊണ്ട്, അതായത് ലോകത്തെ ബാക്കി എല്ലാ രാജ്യങ്ങളും ഇടപെട്ടിട്ടും നടക്കാത്ത കാര്യം പെലെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആഫ്രിക്കയിൽ ആഭ്യന്തര യുദ്ധം 2 ദിവസത്തിന് വേണ്ടി നിർത്തിവെച്ചു. പെലെ വന്നു, കളിച്ചു, പോയി, വീണ്ടും യുദ്ധം തുടങ്ങി. അപ്പോൾ യുദ്ധം തുടങ്ങാനല്ല, യുദ്ധം അവസാനിപ്പിക്കാനാണ് നമ്മൾ സ്പോർട്സ് കൊണ്ട് ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എങ്ങനെയാണ് MSK കാണുന്നത്? കാരണം പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് ഇന്ത്യ പാക് മത്സരങ്ങൾ ഒരിക്കലും പഴയതുപോലെ ആകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്രമാത്രം ഈ ടീമിലെയും താരങ്ങൾ അകന്നു കഴിഞ്ഞു, മാനസികമായിട്ട് അകന്നു കഴിഞ്ഞു എന്നാണ്. അത് വേണമായിരുന്നു ശരിക്കും. സൂര്യകുമാർ യാദവ് എന്ന് പറയുന്ന നായകൻ ഇന്ത്യൻ ക്രിക്കറ്റിന് സമ്മാനിക്കേണ്ട കാര്യം അതായിരുന്നു. അല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഇനി ഒരിക്കലും ഇവർ തമ്മിൽ നല്ലതാവില്ല, ആ ഒരു പ്രസ്താവന എനിക്ക് ശരിയാവും തോന്നുന്നില്ല. കാരണം ഇതിലും ഭീകരമായ അവസ്ഥയായിരുന്നു കാർഗിൽ യുദ്ധം. കാർഗിൽ യുദ്ധം എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് യുദ്ധമാണ്. കാർഗിൽ യുദ്ധം കഴിഞ്ഞിട്ടും ഇന്ത്യ പാകിസ്ഥാനായിട്ട് കളിക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയവും കഴിഞ്ഞു പോകും എന്നുള്ള ഒരു ഇതാണ്. നമ്മുടെ ബീർബൽ എഴുതിയൊരു സംഭവമാണെന്ന് തോന്നുന്നു. അക്ബർ ചക്രവർത്തി പിന്നെ ഒരേ സമയം സന്തോഷവും ഒരേ സമയം ദുഃഖവും തോന്നുന്നൊരു വാക്ക് എഴുതണമെന്ന് പറയുന്നു. അപ്പോൾ വാചകം എഴുതണമെന്ന് പറയുന്നു. പുള്ളി എഴുതുന്നു ഈ സമയവും കഴിഞ്ഞു പോകും. എനിക്ക് തോന്നുന്നത് ഈ സമയവും കഴിഞ്ഞു പോകും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാർഗിൽ യുദ്ധ സമയത്തും നമ്മൾ ഹാൻഡ് ഷേക്കൊക്കെ നടത്തിയിരുന്നു. ആ സമയത്ത് ഇനി ഒരിക്കലും പാടില്ല എന്നുള്ള രൂപത്തിലുള്ള ചർച്ചകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം 2003, 2004 സമയത്ത് ഇന്ത്യ പാകിസ്ഥാനിൽ മുൾത്താനിൽ വീരേന്ദ്ര സെവാഗ് ട്രിപ്പിൾ അടിച്ചൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം 2006, 2007 സമയത്ത് കളിച്ചു. അതിനുശേഷവും പല കാലങ്ങളിലായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഈ ടൂർണമെൻ്റാണ് ഒരു എക്സെപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ സമയം കഴിഞ്ഞു പോകുന്നത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം പിന്നെയും എന്താ പറയുക, ഈ കളികൾ ഇനിയും ഭാവിയിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ എനിക്ക് എതിരഭിപ്രായമുള്ളത്, കാർഗിലിന് ശേഷം ഇന്ത്യ കളിച്ചു, കുഴപ്പമില്ല. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷവും ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുന്നുണ്ട്, അപ്പോഴും കൈ കൊടുക്കുന്നുണ്ട്. ഇന്ത്യ അതിനുശേഷം പിന്നെ പാകിസ്ഥാൻ പോയി കളിച്ചിട്ടില്ല. IPL നിന്ന് പാക് താരങ്ങളെ വിലക്കുകയും ചെയ്തു. പക്ഷേ താരങ്ങൾ കളിക്കുന്നുണ്ട്. ആ കീഴ്വഴക്കങ്ങൾ ഗ്രൗണ്ടിൽ ആ രാഷ്ട്രീയം കാണിച്ചിട്ടില്ല, ഗ്രൗണ്ടിൽ കൃത്യമായി പോയി. ഈ ഒരു ഏഷ്യ കപ്പിൽ മാത്രമാണ് ആ കീഴ്വഴക്കം. മാത്രമല്ല ഈ കുറച്ച് നാളുകളായിട്ടാണ് അത്തരത്തിൽ അതിഭീകരമായ രാഷ്ട്രീയം നമ്മൾ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നൊരു രീതിയിലേക്ക് മാറുന്നത്. ഇത്രയും ഈ പറഞ്ഞ MSK പറഞ്ഞ അത്രയും സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഒരു ഫൈനൽ മത്സരം തോറ്റതിന് ശേഷവും പാക് താരങ്ങളോട് ചിരിച്ച് കൈകൊടുത്ത് സൗഹാർദ്ദപരമായിട്ട് പിരിയുന്ന ഒരു നായകനെയും സംഘത്തെയും നമ്മൾ ഇന്ത്യക്കാരെ കണ്ടിട്ടുണ്ട്. ഇതേ ദുബായിൽ 2017 വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള സംഘം, അന്ന് വിജയികളെ പ്രോത്സാഹിപ്പിക്കുന്ന ആ കാഴ്ചയായിരുന്നു ഇന്ത്യൻ ടീം കാഴ്ചവെച്ചത്. അതാണ് ഞാൻ ചോദിച്ചത്. ഒരു ക്യാപ്റ്റൻ എന്ന വ്യക്തി, അയാൾ ടീമിന് മൊത്തം മാതൃകയാണ്, ടീമിനെ നയിക്കേണ്ടതാണ്, ഭാവി താരങ്ങൾക്ക് കൂടി മാതൃകയാകേണ്ട താരമാണ്. ആ അർത്ഥത്തിൽ സൂര്യകുമാർ യാദവ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ ഇന്ത്യൻ ചരിത്രത്തിൽ, കായിക ചരിത്രത്തിൽ എവിടെ നിൽക്കുമെന്നാണ് എൻ്റെ ചോദ്യം. സൂര്യകുമാറിന് ഒന്നും സ്വന്തം തീരുമാനമായിരിക്കില്ലല്ലോ. സൂര്യകുമാറിന് ഒരിക്കലും വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ട്. ഗംഭീറിന്റെ പ്രസൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ടീമിന്റെ മൊത്തത്തിൽ ഇപ്പം കളി കഴിഞ്ഞ തൊട്ട് ശേഷമുള്ള നരേന്ദ്രമോദിയുടെ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് തന്നെ ഈ ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു ട്വീറ്റായിരുന്നു. അതെ, ആ ഒരു ട്വീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം പക്ഷേ ഓരോ സമയത്തും നമ്മളിപ്പോൾ കൊറോണ അതിജീവിച്ച ഒരു ആൾക്കാരാണ് നമ്മൾ. അപ്പം ഈ ഒരു സിറ്റുവേഷൻ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം അതൊക്കെ നമ്മൾ മറവിയിലേക്ക്, ഇത് പക്ഷേ വേഴ്സ്റ്റായി പോവാതിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സൂര്യ കാണിച്ചൊരു കീഴ്വഴക്കം, നാളെ വേറെ 2 രാജ്യങ്ങൾ കളിക്കുമ്പോൾ അവർ തമ്മിൽ ഏതെങ്കിലും നയതന്ത്ര വ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരും ഇതുപോലെ ഇല്ല, ഞങ്ങൾ ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നില്ല, ഞങ്ങൾ ആ രാജ്യത്തുമായിട്ട് ഞങ്ങൾക്ക് പ്രശ്നമുണ്ടെന്നുള്ള രീതിയിൽ അവരും ഗ്രൗണ്ടിലേക്ക് അത് പകർത്താൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ അപകടമാവും. അത് വലിയ രീതിയിൽ അപകടം ചെയ്യുള്ളൂ. ഇതൊരു മാതൃക ആവാൻ പാടില്ല. ഇതോടുകൂടി ഇന്ത്യൻ കായിക രംഗത്തെ വല്ലാണ്ട് പൊളിറ്റിക്സ് പിടികൂടിയിട്ടുണ്ട്. പുതിയതായിട്ട് വരുന്ന കായിക ബില്ലിലടക്കം സംഘടനകളുടെ ഭരണകാര്യത്തിൽ ഇടപെടാൻ കഴിയുന്ന തരത്തിലുള്ള ഭരണ ഭേദഗതികളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ വരുന്നത്. ആ അർത്ഥത്തിൽ അകന്നു നിന്നിരുന്ന ഒരു സംഘടന, ഇൻഡിപെൻഡൻ്റ് നിന്ന ഒരു സംഘടന BCCI ആണ്. പക്ഷേ ആ BCCI പോലും അവർ ഫലപ്രദമായിട്ട് പിടിമുറുക്കുന്നു എന്നുള്ള കാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ഭാവിയിൽ എന്താണ് കാണാൻ പോകുന്നുള്ള വലിയ ആശങ്കയല്ലേ? തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു ആശങ്കയുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു സമയം നമ്മൾ കഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം
എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഭരണം എന്നുള്ളത് എല്ലാ കാലത്തും ഒരേ പാർട്ടി തന്നെ ഭരിക്കണം എന്നില്ല. എല്ലാ കാലത്തും സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ആവണമെന്നില്ല. സൂര്യകുമാർ യാദവ് ഇല്ലാതെ വേറെ, അല്ലെങ്കിൽ എല്ലാ കാലത്തും ഗൗതം ഗംഭീർ തന്നെ കോച്ച് ആവണമെന്നില്ല. എല്ലാം മാറി പറയാനുള്ള സാധ്യത. ഈ സംഭവ വികാസങ്ങളും വലിയൊരു തരത്തിലേക്ക് പുതിയൊരു ചർച്ചയ്ക്ക് തുടക്കമിടുന്നുണ്ട്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഉഭയകക്ഷി ക്രിക്കറ്റ് കളിക്കണമോ എന്നുള്ളതാണ്. കാരണം ഒരുപക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും നിരന്തരം ഓരോ വർഷവും അവിടേക്ക് പോവുകയും ഇവിടേക്ക് വരികയോ അല്ലെങ്കിൽ ന്യൂട്രൽ വെന്യൂവിലായാൽ പോലും കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള ഒരു അകൽച്ച, ഒരു മാനസിക ശത്രുതയൊക്കെ ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ഒരു എത്രത്തോളം അനിവാര്യമാണ് ഈ ഒരു ഇന്ത്യയും പാകിസ്ഥാനും കൂടുതൽ മത്സരങ്ങൾ കളിക്കേണ്ടതുണ്ട്? തീർച്ചയായിട്ടും കൂടുതൽ മത്സരങ്ങൾ കളിക്കേണ്ടത് എന്താ പറയുക, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. കാരണം നമ്മളെല്ലാ രാജ്യങ്ങളുമായിട്ടും ദ്വിരാഷ്ട്ര, അതായത് രണ്ടുപേർ തമ്മിലുള്ള പരമ്പരകൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും മാത്രമാണ് കളിക്കാതിരിക്കുന്നത്. അപ്പം കൂടുതൽ ഇപ്പം ദുബായിലാണെങ്കിലും ഒരു ന്യൂട്രൽ വെന്യൂലായാലും പുതിയ അങ്ങനെയുള്ള മത്സരങ്ങൾ ഇനി, പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാവും എന്നുള്ളത് ഒരു വിഷയമാണ്. പക്ഷേ അങ്ങനെയുള്ള മത്സരങ്ങൾ കൂടുതൽ കളിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള ഈ ഗ്രൗണ്ടിലെ ശത്രുതയും മറ്റുമൊക്കെ മാറാൻ പറ്റുള്ളൂ. കളിക്കാർ നമ്മൾ കുറച്ചുകൂടി ഇടപഴകാൻ കഴിയും. എന്തായാലും വിവാദങ്ങളൊന്നും നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടൂർണമെൻറ്റ് നൽകുന്ന നല്ല അനുഭവങ്ങളെ കുറിച്ചിട്ട് ഒന്ന് സംസാരിച്ച് നോക്കുകയാണ്. ഈ ടൂർണമെൻറ്റ് നൽകുന്ന വലിയ പാഠം എന്താണ്? അതായത് സന്തോഷം ജനിപ്പിക്കുന്നൊരു കാര്യം പാകിസ്ഥാൻ്റെ ഒരു ശക്തമായിട്ടുള്ള തിരിച്ചുവരവ്, അതൊരു ഒരു കായിക പ്രേമി എന്നുള്ള നിലയിൽ അതിനെ അംഗീകരിക്കുന്നുണ്ട്. നേരെ മറിച്ച് തകർന്നു പോയിടത്തു നിന്നും ശ്രീലങ്കയുടെ ഒരു തിരിച്ചുവരവുണ്ട്. അഫ്ഗാനിസ്ഥാൻ്റെയും ബംഗ്ലാദേശ് എന്താണ് ചെയ്യുന്നതെന്ന് ഇപ്പോഴും ഓർത്തിട്ടില്ല. ഇത്രയും നാൾ കളിച്ചിട്ട് ഒരു കിരീടത്തിലേക്ക് എത്താൻ ബംഗ്ലാദേശിന് കഴിയുന്നില്ല. നേരെ മറിച്ച് ഒമാനെ പോലുള്ള രാജ്യങ്ങൾ പ്രോമിസിംഗ് ആയിട്ട് കുറേ ഹോങ്കോങ് കുറച്ച് മത്സര നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഏഷ്യയിലെ ഒരു ക്രിക്കറ്റ് വളർച്ച, അതിന് ഏഷ്യ കപ്പ് എത്രത്തോളം ബലം നൽകുന്നുണ്ട്? ഉറപ്പായിട്ടും. അതിൽ തന്നെ ഇപ്പോൾ എടുത്തു പറയാനുള്ളത്, ഇന്ത്യ T20 നമ്പർ 1 ടീമാണ്. ഏഷ്യയിലെ നല്ല ലോകത്തിൽ തന്നെ മികച്ച സംഘങ്ങളിലൊന്നാണ്. ലോകകപ്പിൽ ഉൾപ്പെടെ കിരീടം നേടാൻ പ്രാപ്തിയുള്ള ടീമാണ്. ഈ ചെറിയ ടീമുകളുടെ വളർച്ച എന്ന് പറയുന്നത് വലുത് തന്നെയാണ്. അതിൽ തന്നെ ഇപ്പോൾ വലിയ പ്രതാപികളായിരുന്ന ശ്രീലങ്ക, ഏഷ്യ കപ്പിൽ 6 തവണ കിരീടം ചൂടിയിട്ടുള്ള ശ്രീലങ്ക തകർന്നെടുത്ത് നിന്ന് ഒരു വലിയ തിരിച്ചുവരവിലേക്ക് ശ്രമിക്കുന്നു. അതായത് സൂപ്പർ 4-ൽ പുറത്തായെങ്കിൽ പോലും ഇന്ത്യക്കെതിരെ അവർ അവസാന മത്സരത്തിൽ കളിച്ച ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് മാത്രം മതി. ശ്രീലങ്ക എവിടെയും പോയിട്ടില്ല, ദ്വീപുകാർ ഇവിടെ തന്നെ ഉണ്ട് എന്ന് അടിവരയിടുന്ന പ്രകടനം തന്നെയായിരുന്നു ശ്രീലങ്ക കാഴ്ചവെച്ചിട്ടുള്ളത്. അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഒപ്പം തന്നെ ഈ കുഞ്ഞൻ ടീമുകളുടെ കാര്യം, അതിനൊപ്പം തന്നെ ഈ ഏഷ്യ കപ്പിലല്ലാതെ നടന്ന മറ്റൊരു സംഭവമുണ്ട്. നേപ്പാൾ ടീം വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ച് ഒരു അസോസിയേറ്റ് രാജ്യത്തിനെ തോൽപ്പിക്കുന്ന ടീമായി നേപ്പാൾ മാറി. അപ്പം അത്തരത്തിൽ വരുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. വരും വർഷങ്ങളിൽ ഇപ്പോൾ ഈ വിവാദങ്ങൾക്കപ്പുറത്തേക്ക് വരും വർഷങ്ങളിൽ നല്ല ടൈറ്റായ മത്സരം കാണാൻ കഴിയണം നമ്മൾ കായിക പ്രേമികൾക്ക്. ഓർക്കുമ്പോൾ ഏറ്റവും നല്ല മത്സരം ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ ഫൈനലൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റു മത്സരങ്ങൾ ഏതാണ് ഒരു ഏറ്റവും ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു? ഫൈനലിനേക്കാളും എനിക്ക് ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നത് ഇന്ത്യ വേഴ്സസ് ലങ്ക മത്സരമാണ്. അതായത് സൂപ്പർ ഓവറിലേക്ക് കടക്കുന്നു. പത്തുൻ നിസംഗയുടെ സെഞ്ചുറിയാണ് എനിക്ക് തോന്നുന്നത് ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച സെഞ്ചുറി. അത് ഒരു എന്താ പറയുക, അഭിഷേകിൻ്റെ 50കളെ മറന്നിട്ടല്ല, പക്ഷേ നിസംഗയുടെ ഒരു സെഞ്ചുറി എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല മൊമെൻ്റ് ആയിരുന്നു. ആ സെഞ്ചുറി അടിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആവേശം ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് അബ്രാറിൻ്റെയും അതുപോലെ തന്നെ ഹസരൻ്റെയും അത് സംഭവം ഇതായിരുന്നു. ജയേഷ് നല്ല മിമിക്രി ആർട്ടിസ്റ്റാണ്. അബ്രാറിൻ്റെ ആ ഒരു അത് അബ്രാറിനെ പഠിക്കണ്ട, നമുക്ക് ഇന്നസെന്റിനെ പഠിച്ചാൽ മതി. ഇന്നസെന്റിന്റെ അങ്ങനെ പഴയ സിനിമയിൽ ഇടയ്ക്ക് ഒരു ആക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അബ്രാറിന്റെ ആക്ഷൻ, പിന്നെ ഹസരംഗ അതിന് തിരിച്ചു സഞ്ജുവിനെ ട്രോളുന്നുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇപ്പോഴുള്ള ഇതിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളും തോന്നുന്നു. പിന്നെ ഉള്ളത് അനുവേണ്ട ഏതാ തോന്നിയിട്ടുള്ളത്? തീർച്ചയായിട്ടും എന്താ പറയുക, ആ സൂപ്പർ ഓവറിലെ ആ ഒരു നാടകീയ നിമിഷം ഉണ്ടല്ലോ, അതായത് ഔട്ടാകുന്നില്ല, ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അമ്പയർ ചോദ്യം ചെയ്യുന്നു, അത്തരത്തിലുള്ള നാടകീയ നിമിഷങ്ങൾ കൂടി ഈ മത്സരത്തിലുണ്ട്. പക്ഷേ അതിനൊക്കെ ഈ ടൂർണമെൻറ്റ് അവസാനത്തേക്ക് നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. എങ്കിൽ പോലും ഇനിയിപ്പോൾ ചോദിക്കാനുള്ളൊരു കാര്യം, ഈ ടൂർണമെൻ്റ് ഒരു ഘടന ഇങ്ങനെ തന്നെയാണോ ഇത് നല്ലത്? കാരണം എന്ന് വെച്ചാൽ കുറച്ചുകൂടി അതായത് ഒരു റൗണ്ട് റോബിൻ ലീഗ് അടിസ്ഥാനത്തിൽ നടത്തിയിരുന്നെങ്കിൽ ഒമാനും മറ്റ് ടീമുകൾക്കും കുറച്ചുകൂടി മത്സരങ്ങൾ കിട്ടുകയും കുറച്ചുകൂടി അതിനുശേഷം ഒരു ഫൈനൽ നടത്തുകയും ചെയ്യേണ്ട സാധ്യത ഉണ്ടായിരുന്നു. ഈ സൂപ്പർ 4 എന്ന തലത്തിലേക്ക് ചുരുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം. ആക്ച്വലി കുറച്ചുകൂടി രാജ്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏഷ്യ കപ്പാണ്. പക്ഷേ ഏതെങ്കിലും ഒരു മറ്റ് ഏഷ്യക്ക് പുറത്തുള്ള ഒരു ടീമിനെ ഒരു ഗസ്റ്റായിട്ട് കളിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എല്ലാ മത്സരങ്ങളും ഒരു പ്രാക്ടീസ് ഗെയിം പോലെയാണ് കളിച്ചത്. ഈവൻ ഫൈനൽ പോലും ആ ഒരു തരത്തിലായിരിക്കണം ഇവർ ഇറങ്ങിയിട്ടുണ്ടാവുക. ഈ ഒരു ഫൈറ്റ്, ഇത്രത്തോളം ഫൈറ്റ് പാകിസ്ഥാൻ കൊടുക്കുമെന്ന് ഒരിക്കലും ഇന്ത്യ ചിന്തിച്ചില്ല.
പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇന്ത്യ ഒരു പ്രാക്ടീസ് മാച്ച് പോലെ കളിച്ചു. മറ്റുള്ളവരൊക്കെ കപ്പിന് വേണ്ടി, അതായത് അവർ എല്ലാം മറന്നിട്ടും അവരുടെ 100% എടുത്തിട്ടാണ് കളിച്ചത്. അപ്പോൾ ഏഷ്യ കപ്പിൻ്റെ ഒരു ഘടന എന്നുള്ളത് ഇന്ത്യക്ക് വെല്ലുവിളിയാകാൻ പോകുന്ന, അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്ന പിന്നെ നമ്മുടെ ഫുട്ബോളിലെ ചില ഇതുപോലുള്ള ഏഷ്യ കപ്പുകളിൽ ഓസ്ട്രേലിയ വന്ന് കളിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഈവൻ ഒരു ഓസ്ട്രേലിയയോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടോ വെസ്റ്റ് ഇൻഡീസോ വേണമെന്നില്ല, നേപ്പാളിനോട് ഒരു വേണ്ട, വെസ്റ്റ് ഇൻഡീസ് വേണ്ട, അത് രസകരമായിട്ട് പ്ലാൻ ചെയ്യാവുന്ന സാധനം. ഒരാൾ റാങ്കിങ്ങിൽ ഏഷ്യൻ ടീമിലെ അല്ലാതെ റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിലുള്ള ഒരു ടീമിനെ കൊണ്ടുവരിക ആണെങ്കിൽ കൂടുതൽ ഇപ്പം നേപ്പാൾ ഒരു നല്ല ടീമായി മാറിയിരിക്കുകയാണ്. അതുപോലെ ഇതിന് കളിക്കാത്ത കുറച്ച് ടീമുകളുണ്ട്. ഏഷ്യയിൽ ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ലോകകപ്പ് 10 ടീം വെച്ചിട്ടാണ് കളിക്കുന്നത്. അതേപോലെ ഒരു അത്ര ഇതിലേക്ക് എത്താവുന്ന ഒരു സാഹചര്യം വിപുലീകരിക്കായിരുന്നു, ഏഷ്യ കപ്പ് എന്നുള്ള വിപുലീകരിക്കായിരുന്നു. അതിന്റെ സ്റ്റാൻഡേർഡിലേക്ക് ടൂർണമെന്റ് വരുന്നുണ്ട്. അതെ, ആ ഒരു ലൈനിലേക്ക് വരുന്നുണ്ട്. അതായത് ഇന്ത്യക്ക് ശക്തരായ എതിരാളികൾ ഇല്ല എന്നുള്ളതാണ് ഏഷ്യ കപ്പിൻ്റെ ഒരു ദുർവിധി. അത് മാറ്റാൻ നമുക്ക് റാങ്കിങ്ങിൽ ഇതേപോലെ ജയേഷ് പറഞ്ഞ പോലെ അപ്പുറമുള്ള ഏതെങ്കിലും രാജ്യങ്ങളെ കൂടി വിളിച്ചിട്ട് കളിക്കാം. ഇനിയിപ്പോൾ വിവാദങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മറക്കാം. ഇന്നലത്തെ മത്സരം എന്തൊരു മത്സരമായിരുന്നു അല്ലേ? എങ്ങനെയാണ് നമുക്ക് എല്ലാവരും, ഞാൻ ഇന്നലെ തന്നെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്, എല്ലാവരും പറയുന്നത് അഭിഷേക് പുറത്തായതോടുകൂടി മറ്റുള്ളവർ കളിച്ചു, തിലക് വർമ്മ കളിച്ചു, നമ്മൾ സമ്മതിക്കുന്നുണ്ട്, സഞ്ജു കളിച്ചു, സമ്മതിക്കുന്നുണ്ട്, പിന്നീട് വന്ന ശിവൻ ദുബെ അത്ഭുതകരമായിട്ട് കളിച്ചു. വലിയ അത്ഭുതമാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. കാരണം അദ്ദേഹവും സഞ്ജു പോലെ നേരിട്ട പോലെയുള്ള വിമർശനങ്ങളെ അതിജീവിച്ച് ഒരു ബെസ്റ്റ് ഇന്നിങ്സ് കളിക്കുകയാണ് അവിടെ. ദുബെ ക്ലച്ച് പ്ലെയർ ആണ്, ദുബെ മാൻ ഓഫ് ഫൈനൽസ് ആണ്. അതെ, മാൻ ഓഫ് ഫൈനൽസ് ആണ്. കാരണം ദുബെ കളിച്ച കളികൾ ഇന്ത്യ തോറ്റത് വളരെ കുറവാണ്. 94.3 എങ്ങനെയുണ്ട് ദുബെ ഒരു ടീമിൽ, ഇന്ത്യൻ ടീമിലുണ്ടെങ്കിൽ വിജയ ശതമാനം. ഇന്നലെ എവിടെയാണ് പാകിസ്ഥാൻ ശരിക്കും പിഴച്ചത്? പാകിസ്ഥാന് പിഴച്ചത് അമിത ആത്മവിശ്വാസമാണ്. കാരണം 11.2 ഓവറിൽ 100 റൺസ് അവർ കഴിഞ്ഞു. ആ സമയത്ത് ഫക്കർ സമാനോ, അതായത് ഓപ്പണേഴ്സ് ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ 100 ഫസ്റ്റ് വിക്കറ്റ് പോകുന്നത്. അതായത് 11.2 ഓവറിൽ 100 സംതിങ് ഒരു വിക്കറ്റ്. ആ ഒരു ലൈനിൽ നിൽക്കുന്ന സമയത്താണ് അവർ പിന്നെ കളി കുറച്ചുകൂടി ലാഘവത്തിലേക്ക് ആക്കുകയാണ്. നമ്മളിപ്പോൾ പഴയ ആമയുടെയും മുയലിൻ്റെയും കഥയുണ്ട്. ആ മുയൽ ഒരുപാട് മുന്നോട്ട് കുതിച്ചോടിയിട്ട് പിന്നെ റെസ്റ്റ് എടുക്കാം, അങ്ങനത്തെ ഒരു, അതായത് ഒരു ആത്മവിശ്വാസമാണ്. പക്ഷേ ആമ തോൽപ്പിച്ചു എന്നുള്ളൊരു നമുക്ക് ഏറ്റവും ഹിറ്റായിട്ടുള്ളൊരു കഥയാണ്. അപ്പം അവിടെ നിന്നിട്ട് പാകിസ്ഥാൻ പിന്നെ ഒരു വിക്കറ്റ് പോയപ്പോൾ കളിക്കുന്നത് എല്ലാവരും അടിക്കുകയാണ്. ഷൈൻ ഷാഫ്രീദിൻ്റെയൊക്കെ പുള്ളി ഇതിന് മുമ്പുള്ള മത്സരങ്ങളിലൊക്കെ 6 അടിച്ചു നമുക്കറിയാം. പക്ഷേ നിലയുറപ്പിക്കും മുമ്പേ അടിക്കുകയാണ്. മുഹമ്മദ് ഹാരിസിൻ്റെയൊക്കെ ബാറ്റിംഗ് എന്ന് പറയുമ്പോൾ അവരുടെ ഏക സെഞ്ചുറിയനാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്ത്യയെ അങ്ങ് തോൽപ്പിച്ചു കഴിഞ്ഞു, വി വിൽ ഫിനിഷ് 200 റൺസ് എന്നുള്ള രൂപത്തിലേക്ക് അവരുടെ ആത്മവിശ്വാസം ഒരുപാട് കൂടുന്നു. മോശം ഷോട്ടുകളെ കളിച്ച് പാകിസ്ഥാൻ താരങ്ങളൊക്കെ സ്വയം ഒരു കുഴി കുഴിച്ച് അതിലേക്ക് ചാടുന്നൊരു ഫീലാണ് എനിക്ക്. അതായത് നമ്മൾ അങ്ങനെ ഒരു പാഠം പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു പാഠം. എന്തായാലും ഈ ടീം തന്നെയാണോ ജയേഷ് പ്രതീക്ഷിക്കുന്നത് ലോകകപ്പിലേക്ക്? അത് സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസി മാറാനുള്ള സാധ്യതയുണ്ടോ? വലിയ മാറ്റങ്ങൾ വരേണ്ടി വരും. സൂര്യകുമാറിൻ്റെ ക്യാപ്റ്റൻസി ഉൾപ്പെടെ, ബാറ്റിംഗ് ഉൾപ്പെടെ, ക്യാപ്റ്റൻസിയേക്കാൾ ബാറ്റിംഗ് ആണ് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത്. ഈ കലണ്ടർ വർഷം ഒരു അർദ്ധ സെഞ്ചുറി പോലുമില്ല. ഈ ഏഷ്യ കപ്പിൽ തന്നെ പാകിസ്ഥാനെതിരായ ഒരു 41 റൺസ് മാത്രമാണ് സൂര്യയ്ക്ക് പറയാനുള്ളത്. 100-ൽ താഴെ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യകുമാർ യാദവ് പക്ഷേ ഒരു വേൾഡ് കപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഉടനെ മാറ്റേണ്ടതില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും സൂര്യകുമാർ യാദവ്, ശുഭ്മാൻ ഗില്ല് ഉൾപ്പെടെയുള്ള താരങ്ങൾ പ്രൂവ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ ഇന്ത്യക്ക് മുന്നിലുള്ള വലിയ കടമ്പ എന്ന് പറയുന്നത് 5 മാസം അകലെ നിൽക്കുന്ന T20 ലോകകപ്പാണ്. അവിടെയും ഇവിടുത്തെ പോലെ നിലവിലെ ചാമ്പ്യന്മാരാണ്. കിരീടം നിലനിർത്തേണ്ട സാഹചര്യവും സമ്മർദ്ദവും ഉണ്ടാകും. പക്ഷേ അതിനൊക്കെ സാധിക്കട്ടെ, ഈ വിവാദങ്ങളൊക്കെ ഇതോടുകൂടി അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നമസ്കാരം.